വിചിന്തനം 2. യേശുവിന്റെ കാഴ്ചപ്പാടിലെ ആദർശയോഗ്യൻ. പ്രിയ സഹോദരങ്ങളെ, അർത്ഥപൂർണമായ ഒരു ഭാവന നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മോടൊത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് ഈ ഭാവനയുടെ അടിസ്ഥാനം. ആ മനുഷ്യൻ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള പ്രയാണത്തിലാണ് മനുഷ്യൻ. പ്രയാണത്തിന്റെ അവസാനം സ്വർഗത്തിന്റെ പ്രവേശന കവാടത്തിൽ ആ മനുഷ്യനെത്തി. ശ്രദ്ധേയമായിട്ടുള്ള ചോദോഹരമായിട്ടുള്ള കവാടം. ആഗതൻ വളരെ തത്രപ്പാടിലാണ്. തത്രപ്പാടോടുകൂടി തന്നെ രംഗനിരീക്ഷണം നടത്തിയപ്പോ ആഗതൻ മനസ്സിലാക്കുന്നു, ആ കവാടത്തിൽ ആഗതരെ സഹായിക്കുന്നതിനു വേണ്ടി എന്ന രീതിയിൽ ഒരു മാലാഖ ഇരിപ്പുണ്ട്. ആഗതനോട് ആ മാലാഖ വളരെ മൃദുഭാഷയിൽ എന്താണാവോ വന്ന കാര്യം എന്ന് തിരക്കി. ആഗതൻ തത്രപ്പാടിൽ തന്നെ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്ന് വരുന്നതാ. അവിടെ കാര്യം വളരെ പ്രശ്നമാണ്. അവിടെ ഒരാൾക്കും സമാധാനത്തിൽ ഒന്ന് കിടന്നുറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം. എല്ലാ സ്ഥലത്തും അടി, പിടി, ബോംബിടല്, പൊട്ടല്, വെട്ടല്, കുത്തല്. ഒരു സ്ഥലത്തും സമാധാനമില്ല. സമാധാനവും സ്നേഹവും എന്നൊക്കെ പ്രമാണമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന മതങ്ങളിൽ പോലും തീവ്രവാദം, വർഗീയത, എല്ലാ സ്ഥലത്തും വ്യക്തികൾ തമ്മിലുള്ള ശത്രുത. അവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. അടിയന്തരമായി തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ലോകം നശിക്കാൻ പോവുക. വളരെ ഗുരുതരമായ അവസ്ഥയാണ് അവിടെ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു ആശയം തോന്നിയിട്ട് ഞാൻ വരികയാണ്. ഇവിടെയുള്ള കുറെ സുഹൃതങ്ങള് വാങ്ങിക്കൊണ്ട് ഞാൻ ലോകത്തിലേക്ക് പോയി അവിടെ ആ സുഹൃതങ്ങള് നട്ടു നനച്ച് അത് വളർത്തണം. അതുകൊണ്ട് ആ സുഹൃതങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. മാലാഖ ഈ തത്രപ്പാടോടുകൂടിയുള്ള ആഗതന്റെ സംഭാഷണം ശ്രദ്ധിച്ചിട്ട് അല്പം കൗതുകത്തോടുകൂടി തന്നെ അർത്ഥപൂർണമായിട്ട് ഒന്ന് മന്ദഹസിച്ചു. ഈ ആഗതൻ വിചാരിച്ചു തന്റെ ഉത്തരത്തിൽ എന്തോ അപാകത തോന്നിയിട്ടായിരിക്കുമോ എന്ന രീതിയിൽ എത്ര വില കൂടിയാലും സുഹൃതങ്ങൾ വാങ്ങാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ മാലാഖ ആഗതനോട് പറഞ്ഞു, ഇവിടെ സുഹൃതങ്ങളൊന്നും സ്റ്റോക്കില്ല. അത് ഭൂമിയിലാണ് അതൊക്കെ വളരേണ്ടത്. ഇവിടെ ആകെയുള്ളത് ഗുണമേന്മയുള്ള അല്പം വിത്തുണ്ട്. ആ വിത്ത് യഥാർത്ഥത്തിൽ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളത് നനച്ച് വളർത്തി അതിൽ നിന്ന് സുഹൃതങ്ങൾ ഉണ്ടാക്കണം. അത് നിങ്ങളുടെ ജോലിയാ. ആ വിത്ത് മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഇവിടേക്ക് വന്നിട്ടുള്ളത്. അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിത്തിന്റെ വിതരണ ഉദ്ഘാടനം ദിവസത്തിന്റെ അനുസ്മരണ നമ്മളിപ്പോൾ നടത്തുന്നത്. ആ വിത്താണ് പരിശുദ്ധാത്മാവ്. ഇനി നമ്മൾ അത് നട്ടു നനച്ച് അതിൽ നിന്ന് സുഹൃതങ്ങൾ വിരിയിച്ചെടുക്കണം. എങ്കിലേ ഈ ലോകത്തിലുള്ള ജീവിതം സുഖകരമാക്കൂ, രക്ഷാകരമാകൂ, സമാധാനപൂർണമാകൂ. അത് അന്ന് 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പാണ് അതിന്റെ ഉദ്ഘാടനം ഉണ്ടായത്. ആ ഉദ്ഘാടനത്തിന്റെ അനുസ്മരണമാണ് ഇന്ന് ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകം മുഴുവനും അനുസ്മരിക്കുന്നത്. ഇന്നാണ് പെന്തക്കോസ്താ തിരുനാള്. ഈ ആഗതൻ അവധാനതയോടുകൂടി ചിന്തിച്ചപ്പോ മാലാഖ പറഞ്ഞത് വളരെ കാര്യമുണ്ട് എന്ന് മനസ്സിലായി. ഈ വിത്തിനെ പറ്റിയാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് പറയണത്.
തന്റെ ആത്മാവാകുന്ന വിത്ത്. എന്നാൽ ഈ വിത്ത് നമ്മുടെ ഉള്ളിൽ വളരണം, നമ്മുടെ ഭവനങ്ങളിൽ വളരണം, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ അത് തളിർക്കണം, നമ്മുടെ നാട്ടിൽ അത് പുഷ്പിക്കണം. അതിനെ വളർത്തേണ്ടതും പുഷ്പിക്കേണ്ടതുമായിട്ടുള്ള ചുമതല നമുക്ക്. അതിൽ നിന്നാണ് സുഹൃതങ്ങൾ ഉണ്ടാകുക. അല്ലാതെ സുഹൃതം സ്വർഗത്തിൽ നിന്ന് വാങ്ങാം, കടയിൽ നിന്ന് വാങ്ങാം എന്ന് വിചാരിച്ചാൽ നടപ്പില്ല. അതുകൊണ്ട് സമാധാനം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ട് സമാധാനമാകുന്ന സുഹൃതം വളരില്ല. സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കണമെന്ന് വരികില് സമാധാനമുണ്ടാക്കാവുന്ന തരം പ്രവർത്തനങ്ങള് വ്യാപൃതരാകണം. നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മുടെ ജീവിതം സമാധാനം ഭഞ്ജിക്കാൻ ഇടവരാവുന്ന ഒന്നും ഉണ്ടാകരുത്. അല്ലാതെ സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ആ വിത്ത് വളരില്ല. സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കൃഷി ചെയ്യണം. ക്ഷമ തരണമേ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ടായില്ല. ക്ഷമിക്കണം വേണ്ടപ്പോ. അത് ക്ഷമിച്ചുകൊണ്ട് ആ വിത്തിനെ നമ്മൾ വളർത്തിയെടുക്കണം. അപ്പൊ ക്ഷമയാകുന്ന സുഹൃതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വെളിച്ചം തരണമേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടായില്ല. ഇരുട്ടാണെങ്കിൽ ഒരു മെഴുതിരി എടുത്ത് കത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഓരോന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ടായില്ല. അത് വാചക കസർത്ത. ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുള്ള പശ്ചാത്തലത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് മനസ്സിലാക്കേണ്ട ആളുകളാണ് നമ്മൾ. ഈ സത്യമാണ് നമ്മൾ ഗ്രഹിച്ചെടുക്കേണ്ടത്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് ജപിക്കുന്നു, ഒരുപാട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. ചെയ്യേണ്ടത് ചെയ്യാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതുകൊണ്ട് ഈ വിത്ത് വളരില്ല. ഈ വിത്തിനെ വളർത്തണം എന്ന ആഗ്രഹം ആദ്യം ഉണ്ടാകണം. ഈ വിത്തിനെ വളർത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വിത്ത് വളരുന്നത് എങ്ങനെയാണ്, ഏതെല്ലാം തലത്തിലാണ് ഈ വിത്ത് വളരുക എന്നുള്ളത് നാം ഗ്രഹിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. നാം പണ്ട് കുട്ടിക്കാലത്തൊക്കെ പഠിച്ചിട്ടുണ്ടത്, അതന്നേ മറന്നു. ഈ വിത്ത് 3 തരത്തിലുമാണ് ഇന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വളരുക. അതിൽ ഒരു തലമാണ് പഠിപ്പിക്കുക എന്ന് പറയുന്ന തലം. 2ാമത്തെ തലമാണ് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്ന തലം. 3ാമത്തെ തലമാണ് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന തലം. പഠിപ്പിക്കുക എന്ന് പറയുന്ന തലത്തില് യേശുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ആ വ്യക്തിയിൽ എന്ത് സംഭവിക്കും? ജിയോമെട്രിയോ ശാസ്ത്രമോ സാങ്കേതിക ശാസ്ത്രങ്ങളിലോ പഠനം എന്നതിനേക്കാൾ യേശുക്രിസ്തു മനസ്സിൽ കണ്ടത് നമ്മുടെ മനസ്സിലേക്ക് ആവസിക്കാൻ സാധിക്കുന്ന പഠനമാണത്. അത് ഗ്രഹിക്കാൻ സാധിക്കുന്ന പഠനമാണത്. യേശുക്രിസ്തുവിന്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് വരികില് ഈ വിത്ത് ആ വ്യക്തിയിലെ വളർച്ച പ്രാപിക്കേണ്ടിയിരിക്കുന്നു. യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിയില്ല. ഇപ്പോ ആ പ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ എന്റെ സഹായകനെ നിങ്ങളിലേക്ക് അയക്കും. ഇതാണ് ആ വിത്ത്. ആ സഹായകനാകുന്ന വിത്തിനെ നാം സ്വീകരിച്ച് അതിനെ വളർത്തി പരിപോഷിപ്പിച്ചു കൊണ്ടുവരുമ്പോഴാണ് യേശുവിന്റെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് നമുക്ക് ഗ്രഹിക്കാനാകൂ. അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നു, ശ്രവിക്കുന്നില്ല. നമ്മൾ കാണുന്നു, മനസ്സിലാക്കുന്നില്ല. നമ്മൾ പലതും ചെയ്യുന്നു, പക്ഷേ അതിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിച്ചിട്ടല്ല ചെയ്യുന്നതെന്നർത്ഥം. ഇതിന്റെ അർത്ഥവും അതിന്റെ പ്രസക്തിയും മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ ഇടവരണം എന്ന് വരികില് ആ വിത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം.
ആത്മാവിന്റെ പ്രചോദനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഈ ആത്മാവിന്റെ സാന്നിധ്യത്തിലല്ലാതെ യേശുവിന്റെ പഠനങ്ങള് ഗ്രഹിക്കാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ യേശു നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. അപ്പൊ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ് യേശുവിന്റെ ഈ അരൂപിയുടെ പ്രവർത്തനത്തിന്റെ ഒരു തലം. രണ്ടാമത്തെ തലമാണ് സാക്ഷ്യം വഹിക്കുക. യേശുവിന്റെ ചൈതന്യത്തിനനുസരിച്ച്, കാഴ്ചപ്പാടിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല. ഇന്ന് എല്ലാവരും കിമ്പളം വാങ്ങുന്നു. എല്ലാവരും വാക്കുകൾ അവസരത്തിനനുസരിച്ച് മാറ്റിയും മറിച്ചും പറയുന്നു. മാറ്റിയും മറിച്ചും പറയാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഇന്ന് ദുഷ്കരമാണ്. എല്ലാവരും അവസരത്തിനനുസരിച്ച് അല്പമൊക്കെ കള്ളത്തരവും പറയുന്നു. ഈ കള്ളത്തരം പറയാതെ, കള്ളത്തരം കാണിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല എന്നാണ് സാധാരണ മനുഷ്യന്റെ ബോധ്യം. എന്നാൽ യേശുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അതല്ല ചെയ്യേണ്ടത് എന്ന് ഈ അരൂപി നമ്മളെ പഠിപ്പിക്കുമ്പോ ആ പഠനത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിന് കുറെ തന്റേടം വേണം. ചിലത് വേണ്ട എന്ന് വെക്കാൻ സാധിക്കുന്ന ധൈര്യം ഉണ്ടാകണം. വേണ്ടത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആർജവത്വം ഉണ്ടാകണം. എല്ലാവരും നുണ പറയുന്നുണ്ടെങ്കിലും ഞാൻ നുണ പറയില്ല എന്ന് പറയുന്നത് മാത്രമല്ല, പറയാതെ ജീവിക്കാൻ സാധിക്കുന്ന കെൽപ്പുണ്ടാകുന്നത് അതാണ് ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത്. എല്ലാവരുടെ മുമ്പിലും അവസരവാദപരമായ രീതിയിൽ അല്പം മാറ്റിയും മറിച്ചും പറയുന്നതാണ് വിവേകം, അതാണ് കഴിവ്, അതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് മനസ്സിലാക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഒരിക്കലും മാറ്റിയും മറിച്ചും പറയാതെ, സത്യത്തിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റ് സമ്മതിക്കാനുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ സാക്ഷ്യം വഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ട് സാക്ഷ്യം വഹിക്കില്ല. ജീവിതത്തിലെ അത് കാണണം. എന്ത് പ്രതികൂല സാഹചര്യം എനിക്ക് നേരിട്ടാലും, എന്ത് പ്രകോപനം എനിക്ക് നേരിട്ടാലും എന്റേതായിട്ടുള്ള ജീവിതത്തില് ആ കാഴ്ചപ്പാടിനനുസരിച്ച് ഞാൻ ജീവിക്കൂ എന്ന ഉറച്ച ബോധ്യവും അത് നടപ്പിലാക്കുന്ന രീതിയും ഉണ്ടാകുക എന്നുള്ളതാണ് ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത്. ഈ സാക്ഷ്യം നടക്കണമെന്ന് വരികില് അരൂപി വ്യക്തികളിൽ പ്രവർത്തിക്കുന്നതിന്റെ തോതനുസരിച്ച് ആ വ്യക്തിയിലെ ഈ സാക്ഷ്യത്തിൻ്റെതായിട്ടുള്ള ആ സാഹചര്യം സംജാതമാകൂ. അല്ലെങ്കിൽ അതൊക്കെ അച്ഛന്മാര് പള്ളിയിൽ പറയണ കാര്യങ്ങള് എന്ന രീതിയിൽ, അത് പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ രീതിയിൽ ഉള്ളിൽ കേറില്ല. അരൂപിയുടേതായിട്ടുള്ളൊരു തലമാണ് സാക്ഷ്യം വഹിക്കുക. എന്നാൽ വീരോചിതമായ രീതിയിൽ സാക്ഷ്യം വഹിച്ച ആളുകളാണ് വിശുദ്ധാത്മാക്കള്. ഇവിടെ നിൽക്കുന്ന കുന്തവും പിടിച്ചു നിൽക്കുന്ന നമ്മുടെ പിതാവ് തോമാശ്ലീഹ ജീവിതത്തിന് യേശുവിന്റെ ആദർശത്തിന്റെ മുമ്പിൽ സാക്ഷ്യം വഹിച്ച് പെടഞ്ഞു മരിച്ചവനാണ് ആ പിതാവ്. അങ്ങനെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് വ്യക്തികൾ ധീരമായ രീതിയിൽ സാക്ഷ്യം വഹിക്കാൻ ഇടവന്നിട്ടുണ്ട്. അത്രയും ധീരത കാണിക്കാനുള്ള അവസരം നമുക്ക് പെട്ടെന്നുണ്ടാകില്ല. അത് ഉണ്ടായി വരണമെന്ന് വരികില് നമ്മുടേതായിട്ടുള്ള ലളിതമായ ജീവിത സാഹചര്യങ്ങളില് ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ച് വേണ്ടത് വേണ്ടപ്പോ വേണ്ട വിധത്തിൽ ചെയ്യുന്നതിനുള്ള ധാർമ്മിക ശക്തി നാം സംഭരിച്ചെടുത്തുള്ള ജീവിത ശൈലി ഉണ്ടാകും. ആ ജീവിത ശൈലിയിൽ ആര് എതിർത്താലും, ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും, ആര് പഴി പറഞ്ഞാലും അതില് ഒരു ചുക്കും വരുന്നില്ല എന്നുള്ള സത്യത്തോടുകൂടെ, ആത്മധൈര്യത്തോടുകൂടി ജീവിക്കാനുള്ള ചങ്കൂറ്റമാണ് ഈ അരൂപി നമുക്കായിട്ട് നൽകുക. സത്യം ചെയ്യുമ്പോ, സത്യം പ്രവർത്തിക്കുമ്പോ, സത്യമായിട്ടുള്ള ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിലൂടെ കാണിക്കുമ്പോ, അവസരവാദിത്വം കാണിക്കുമ്പോ ഉള്ള ജീവിതത്തിന്റെ പുറകില് അരൂപിയുടെ സാന്നിധ്യമില്ല. മൂന്നാമത്തെ തലമാണ് അരൂപിയുടെ പ്രവർത്തനം ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത്. മനുഷ്യനെ ബോധ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല.
മനുഷ്യനോട് ഒരുപാട് കാര്യങ്ങൾ പറയാം, ഒരുപാട് കാര്യങ്ങൾ കേൾപ്പിക്കാം. പക്ഷെ ഈ പറയുന്നത് കേൾക്കുന്ന കാര്യങ്ങളോ അറിയുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിലോ ബോധ്യങ്ങൾ സംജാതമാകുക എന്ന് പറയുന്നത് അത് ഒരു സ്വതസിദ്ധമായിട്ടുള്ളൊരു പ്രേരണയാണത്. നല്ല ബോധ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അരൂപിയുടെ ഒരു പ്രവർത്തനം. മനുഷ്യനെ ഉത്തമ ബോധ്യങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കുക. ബോധ്യങ്ങളായിരിക്കും മനുഷ്യന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുക. അത് പലതും ചിലപ്പോൾ ഉത്തമ ബോധ്യങ്ങളാകില്ല. അത് അവന്റെ ബോധ്യം, അവളുടെ ബോധ്യം, അത് ജീവിതത്തെ വളർത്താൻ സാധിക്കുന്ന, ഉത്കൃഷ്ടമാക്കാൻ സാധിക്കുന്ന ബോധ്യങ്ങളാകില്ല. ഉത്തമ ബോധ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന, സത്യസന്ധതയോടുകൂടിയുള്ള, അതിലെ നിഷ്ഠയുള്ള ബോധ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന, മനുഷ്യനെ വളർത്താൻ സാധിക്കുന്ന, ഉത്കൃഷ്ടമായ രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ബോധ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ആ വിത്താണ് ഈ യേശുവിന്റെ അരൂപി. ഈ ബോധ്യങ്ങള് മനുഷ്യനെ, നല്ലതായിട്ടുള്ള ബോധ്യങ്ങള് മനുഷ്യനിൽ ഉണ്ടാകാൻ ഇടവരണമെങ്കിൽ ഈ അരൂപിയുടെ പ്രവർത്തനം ഉള്ള മനുഷ്യനിലേ ഉണ്ടാകുള്ളൂ എന്നർത്ഥം. ബോധ്യങ്ങൾ 3 തരത്തിലാണ് ഈ അരൂപി ഉണ്ടാക്കുക. ഒന്ന്, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം. ഇന്ന് ലോകത്തിലെ പൊതുവെ പറഞ്ഞാൽ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ കുറ്റത്തെ സംബന്ധിച്ചുള്ള ബോധ്യം കൂടി വരുന്നു. കുറ്റബോധം കൂടുതല്, പാപബോധം കുറവും. കുറ്റബോധം ഒരു മനുഷ്യന് കൂടി വരുമ്പോ അത് രോഗാവസ്ഥയായി, അത് തീവ്രമാകുമ്പോൾ രോഗമായി, അതിന് ചികിത്സയ്ക്ക് നിദാനമായിട്ട് തീർന്നു. പാപബോധം എന്ന് പറയുന്നത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവാണത്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉൾക്കാഴ്ചയാണത്. ആ ഉൾക്കാഴ്ചയ്ക്കനുസരിച്ചുള്ള മനസ്സിന്റെ ഒരു തുറവിയാണത്. അത് മനുഷ്യനെ വളർത്തും. അത് രോഗാവസ്ഥയല്ല. ഇത് മനുഷ്യനെ സംബന്ധിച്ച് ഏത് വിഭാഗം മനുഷ്യനിലും ഇത് കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ലോകത്തിൽ പൊതുവെ കാണുന്നത്. ഈ അരൂപിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഒരു വ്യക്തിയിലെ പാപബോധമുണ്ടാകാൻ ഇടവരിക. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് പത്രോസും യൂദാസ്. പത്രോസിലെ അരൂപിയുടെ പ്രവർത്തനത്തെ കെടുത്തിക്കളയാൻ പത്രോസ് ഇടവരാത്തതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത തെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവ് വരികയും മനസ്സിന് അന്തരം വരികയും മാനസാന്തരത്തിന് വേണ്ടി അത് കളമൊരുക്കുകയും അതിനെ ആ മാനസാന്തരത്തിന്റെ പ്രക്രിയയിലേക്ക് പത്രോസ് കടന്നു വരാനുള്ള ഒരു തുറവി ഉണ്ടാക്കുകയും ചെയ്തപ്പോ പത്രോസ് ഉയർന്നു. പക്ഷേ യൂദാസിന്റെ സ്ഥിതി അതല്ല. യൂദാസ് തെറ്റ് ചെയ്തു. ആ അരൂപിയുടെ പ്രവർത്തനത്തെ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥിതിവിശേഷം യൂദാസിന്റെ ജീവിതത്തിൽ ഇല്ലാതെ വന്നപ്പോ ആ പാപബോധത്തിന് പകരം യൂദാസിൽ കുറ്റബോധമാണ് ഉണ്ടായത്. ഞാൻ ചെയ്തത് തെറ്റാണ്, കുറ്റമായി പോയി എന്നുള്ള ബോധം യൂദാസിലുണ്ടായി. അത് തിരുത്തുന്നതിന് പകരം അതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടി ഞാൻ ചാകാൻ ഇടവരുന്ന ഒരു സ്ഥിതിവിശേഷം, അത് രോഗാവസ്ഥമായിട്ട് തീർന്നു. അതാണ് കുറ്റബോധം രോഗത്തിലേക്ക് വഴിതെളിയിക്കും. ഇന്ന് കേരളത്തിൽ ഒരുപാട് ആത്മഹത്യകളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ ഒട്ടും അതിന്റെ കാരണം അന്വേഷിച്ച് വളരെ കാരണങ്ങൾ കണ്ടുപിടിക്കാമെന്ന് വരികിലും അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ പറയട്ടെ, പാപബോധം കുറഞ്ഞു വരികയും കുറ്റബോധം കൂടി വരികയും ചെയ്യുന്നതാണ് എന്നാണ് എന്റെ ഉത്തമ ബോധ്യം. ഈ ബോധ്യം ഞാൻ പൊതു സ്റ്റേജിൽ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. പക്ഷേ ഒരു ദൈവകാരുണ്യ സമൂഹത്തിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന വ്യക്തികളോട് പറഞ്ഞാൽ ഇത് മനസ്സിലാകുമെന്നാണ് എന്റെ ധാരണ. പാപബോധം കുറഞ്ഞു വരികയും കുറ്റബോധം കൂടി വരികയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആത്മഹത്യാ നിരക്ക് കൂടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി
ചെയ്തതിൽ എന്തെങ്കിലും അപാകതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇടവരുമ്പോ ഉടനെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നാവിൽ ഉടനെ തന്നെ ഒരു ന്യായം കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എല്ലാ തരത്തിലുള്ള മനുഷ്യരിലും ഇന്ന് സാർവത്രികമായിട്ട് കാണുന്നത്. അതിനപ്പം വരും ഒരു ന്യായം. ആ ന്യായം നിലനിൽക്കുന്നതാണോ സത്യമാണോ എന്നൊന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല. ഉടനെ വരും ഒരു ന്യായം. ഇത് നീതീകരണമാണ്. ഈ നീതീകരണവും ന്യായീകരണവും വരുന്ന വ്യക്തിയിലെ ഉടനെ തന്നെ മനസ്സിലാക്കാം അരൂപിയുടേതായിട്ടുള്ള പ്രവർത്തനം അതിലില്ല. അതിനനുസരിച്ച് അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അരൂപിയുടെ പ്രവർത്തനം യഥാർത്ഥത്തിൽ സജീവമായിട്ടുള്ളൊരു വ്യക്തിയില് ചെയ്തതിൽ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ, അപാകതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, എന്റേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ നീതീകരണമാകുന്ന നീതിയുടെ പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും നിലനിൽക്കാവുന്ന യാഥാർത്ഥ്യങ്ങളല്ലാതെ ഒരു ലൊട്ടിലൊടുക്ക് മുടന്തൽ ന്യായങ്ങൾ വെച്ച് അതിൽ നിന്ന് തടി തപ്പുന്ന ഒരു പ്രവണത അരൂപിയുടേതല്ല. എന്തുമാത്രം നമ്മുടെ ഭക്താഭ്യാസങ്ങൾ നടത്തിയാലും ഈ പ്രവണത ഏതെങ്കിലും വ്യക്തിയിലെ ഏതെങ്കിലും തരത്തിലുണ്ട് എന്ന് വരികിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ തരത്തിലനുസരിച്ച് അരൂപിയുടെ പ്രവർത്തനം ആ വ്യക്തിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കാൻ മറ്റു മാനദണ്ഡങ്ങൾ വേണ്ട. അപ്പോ ബോധ്യപ്പെടുത്തുന്ന ഒരു തലം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമാണ് പാപത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തല്. ഇന്നത്തെ സുവിശേഷത്തിലെ യേശു അത് അടിവരയിട്ടിട്ട് നമ്മുടെ മുമ്പിലെ അവതരിപ്പിക്കുകയാണ്. പാപത്തെക്കുറിച്ച് അവൻ ബോധ്യപ്പെടുത്തും. ആരായി അവൻ? എന്റെ സഹായകൻ ഞാൻ നിങ്ങളിലേക്ക് അയക്കുമ്പോ അവൻ നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോ നിങ്ങളിൽ പാപബോധമുണ്ടാകും, പാപത്തെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക്. അപ്പോ മനസ്സിന് അന്തരം വരും, മനസ്സിന് മാറ്റങ്ങൾ വരും, അതിന്റെ മാനസാന്തരമുണ്ടാകും, തെറ്റ് തിരുത്താൻ തയ്യാറാകും. അങ്ങനെ ജീവിതം ധന്യമായിട്ട് പോകുന്നതിനുള്ള അവസരം ഈ വിത്ത് നമ്മളിൽ മുളച്ച് അത് വളർന്നു വരുമ്പോ സുഹൃതങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നതായിട്ട് കാണാം. രണ്ടാമത്തെ ബോധ്യപ്പെടുത്തുന്ന തലമാണ് നീതിയെക്കുറിച്ചുള്ള ബോധ്യം. നീതി സത്യത്തിൽ എന്റെ ഇന്നത്തെ നിലപാടനുസരിച്ച് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നീതിപൂർവമായിട്ടുള്ളൊരു ജീവിതത്തിനുള്ള ആഹ്വാനമാണ് യേശുവിന്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എന്നാ ഞാൻ പറയുക. എന്നാൽ സാധാരണ രീതിയിലെ ആളുകൾ മനസ്സിലാക്കുന്നത് യേശുവിന്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് സ്നേഹമാണ് എന്ന് പറയും. യേശു പറയുന്ന സ്നേഹം നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്നേഹമാണ്. നീതിരഹിതമായിട്ടുള്ളൊരു സ്നേഹത്തെപ്പറ്റി അല്ല യേശു പരാമർശിക്കുന്നത് എന്ന് നമ്മുടെ സുവിശേഷത്തിലെ ഒന്ന് പരതിയാൽ അത് മനസ്സിലാക്കാൻ ഒരു വിഷമവുമില്ല. സ്നേഹം എന്ന് യേശു പറയുമ്പോൾ വൈകാരികമായിട്ടുള്ള തീവ്രതയിൽ തോന്നിയ വിധത്തില് അങ്ങനെ വൈകാരിക ഭാവം കാണിക്കുന്ന ഒരു സ്നേഹത്തെ സംബന്ധിച്ചല്ല യേശു പ്രഭാഷണം നടത്തുന്നത്. യേശു ജനങ്ങളോട് സംസാരിക്കുന്നത് നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്നേഹത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് നീതിയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാടായിട്ട് സുവിശേഷങ്ങളിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ നീതിയെ സംബന്ധിച്ചുള്ള ബോധ്യം വ്യക്തിയിൽ ഉണ്ടാകണമെന്ന് വരികില് യേശുവിന്റെ സഹായകൻ ആ വ്യക്തിയിലെ പ്രവർത്തിക്കുന്നതിന്റെ തോതനുസരിച്ച് അത് ഉണ്ടാകുള്ളൂ. നീതിബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീതി എന്ന് പറയുന്നത് വെറുതും വർത്തമാനം പറഞ്ഞു പോകുന്നത്. എന്നാൽ സ്നേഹം, ചാരിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ വളരെ സജീവമായിട്ട് നിൽക്കുന്നു. പക്ഷെ നീതിയിൽ അധിഷ്ഠിതമല്ലാത്ത സ്നേഹം യേശുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നു അത് സ്നേഹമല്ല. ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കുകയാണെങ്കിൽ ധൂർത്തപുത്രന്റെ ഉദാഹരണം സുവിശേഷങ്ങളിൽ സുവിശേഷം എന്ന് പറയാവുന്ന ലൂക്കായുടെ സുവിശേഷം അധ്യായം 15 വിവരിക്കുന്ന ഒരു കഥയാണത്.
ആ ധൂർത്തപുത്രന്റെ ആ കഥയിൽ, യേശു പറഞ്ഞ കഥയില് ആ പുത്രൻ കുറ്റം ചെയ്ത് തെറ്റ് ചെയ്ത് പിതാവിനെ ധിക്കരിച്ച് പിതാവിന്റെ വാക്കുകൾ കേൾക്കാതെ അവൻ തന്റെ അവകാശവും വാങ്ങി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച തീർച്ചയായിട്ടും പിതാവിന് ദുഃഖമുണ്ടാക്കുന്നു. പിതാവ് ആ മകന്റെ ആ സ്ഥിതിവിശേഷത്തിൽ ദുഃഖിക്കുന്നു. ഇതൊരു സത്യമാണ്. ആ കഥയില് വളരെ വളരെ വ്യക്തമാണ്. പക്ഷെ ആ ദുഃഖിക്കുന്ന പിതാവ് മകന്റെ കൂടെ ചെന്ന് ഇങ്ങനെ ചെവിട്ടില് എപ്പോഴും പറഞ്ഞ് മകന്റെ കൂടെ ചെന്ന് മകനെ പിടിച്ചുകൊണ്ടുവരുന്നില്ല. ആ ദുഃഖത്തോടു കൂടിയാണെങ്കിലും ആ മകന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് പിതാവ്. ആ മകൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറായി എന്ന് അറിഞ്ഞ ഉടനെ പിതാവ് ആ മകനെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നു. പിതാവിലെ വൈകാരികമായിട്ടുള്ള സ്നേഹമായിരുന്നു എന്ന് വരികില് ഈ മകൻ ഇറങ്ങുമ്പോ പിതാവ് ഓടിച്ചെന്നിട്ട് മകന്റെ കൂടെ തന്നെ നിന്ന് മകനെ പിടിച്ചിറക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പിതാവ് അത് ചെയ്യുന്നില്ല. നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്നേഹത്തിനെ നിലനിൽപ്പുള്ളൂ. അതാണ് ക്രിസ്തുവിന്റെ വീക്ഷണം എന്ന് നമുക്ക് മനസ്സിലായി വരും. ക്രമേണ ഈ ആത്മാവിന്റെ പ്രവർത്തനം ഏത് വ്യക്തിയിലുണ്ടാകുന്നുവോ അതിനനുസരിച്ച്. മൂന്നാമത്തെ ബോധ്യപ്പെടുത്തലാണ്, മൂന്നാമത്തെ തലം ന്യായവിധിയെ സംബന്ധിച്ചുള്ള ബോധ്യപ്പെടുത്തല്. എന്താ ഈ ന്യായവിധി? നല്ലത് ചെയ്താൽ സമ്മാനം കിട്ടും, തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാകും. തെറ്റ് ചെയ്തത് ആര് കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ശിക്ഷിക്കപ്പെടും ഞാൻ എന്നുള്ള ചിന്ത. നല്ലത് ചെയ്യുകയാണെങ്കിൽ ആര് അവാർഡ് തന്നാലും തന്നില്ലെങ്കിലും എന്റെ ജീവിതത്തിൽ അത് സമ്മാനിക്കപ്പെടും എന്നുള്ള ആ ചിന്ത, ഇതാണ് ന്യായവിധിയെ സംബന്ധിച്ചുള്ള ബോധ്യപ്പെടുത്തല്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും, നല്ലത് ചെയ്താൽ സമ്മാനിക്കപ്പെടും എന്ന ഉത്തമ ബോധ്യം ഒരു വ്യക്തിയിലെ സജീവമായ രീതിയിൽ നിലനിൽക്കാൻ ഇടവരിക എന്നുള്ളതാണ് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ആ വ്യക്തിയിൽ സംജാതമാകുക. ഇങ്ങനെ ആകെ കൂടി പറയുമ്പോൾ അല്പം സങ്കീർണമായിട്ട് തോന്നിയേക്കാം. അരൂപിയുടെ പ്രവർത്തനം 3 തലത്തിലാണ്: പഠിപ്പിക്കുക, സാക്ഷ്യം വഹിക്കുക, ബോധ്യപ്പെടുത്തുക. ബോധ്യങ്ങൾ തന്നെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തല്, നീതിയെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തല്, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തല്. ഈ സങ്കീർണതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്നോട് അരൂപിയുടെ പ്രവർത്തനം നിഴലിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയുള്ളതായിരിക്കും എന്ന് ചോദിച്ചാൽ, സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്റെ ധ്യാനവും മനനങ്ങളും മുന്നോട്ടു പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം 3 കാര്യങ്ങളിൽ ഒതുക്കാമെന്ന് തോന്നുന്നു. ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ അരൂപി സജീവമായ രീതിയിൽ പ്രവർത്തന നിരതമാകുന്നു എന്നതിന്റെ മാനദണ്ഡമായി എനിക്ക് തോന്നുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നീതിയുടെ ഒരു ജീവിത ശൈലി ആ ജീവിതത്തിൽ ഉണ്ടാകും. രണ്ടാമത്തേതായി സത്യസന്ധവും ആത്മാർത്ഥവും പ്രതിബദ്ധതയും നിറഞ്ഞ ഒരു ജീവിത രീതിയായിരിക്കും ആ വ്യക്തിയുടേത്. മൂന്നാമത്തേതായി ഞാൻ പറയും, വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരിക്കും ആ വ്യക്തിയുടേത്. ഈ 3 തലത്തിലും സമഞ്ജസമായ ആ വ്യക്തിയിൽ നാം കണ്ടെത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ദൈവത്തിന്റെ അരൂപിയാൽ പ്രചോദിതനായി ജീവിക്കുന്ന വ്യക്തിയാണ് അതെന്ന്. ഈ സത്യമാണ് നാം പ്രായോഗിക തലത്തിൽ ഉൾക്കൊള്ളേണ്ടത്. ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാം. ശേഷിച്ച കാലം അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഇടവരട്ടെ. പെന്തക്കോസ്താ ദിനത്തിൽ അരൂപിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇത്തരം ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ സജീവമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.